നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമേ തന്നെ എൻ്റെ സർവ്വസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും പവിത്ര ഗുരുവിൻ്റെ പരമമായിരിക്കുന്ന ആ പാദപത്മങ്ങളിലും ഈ പവിത്രമായിരിക്കുന്ന ഇതിഹാസകാവ്യം നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിച്ച വ്യാസഭഗവാന്റെ പാദപങ്കജങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. ഭഗവത്ഗീതയിലെ ദൈവാസുര സമ്പദ് വിഭാഗയോഗമാണ് നമ്മുടെ ചർച്ചയുടെ വിഷയം. ഭഗവാൻ വേദവ്യാസൻ ദൈവീ സമ്പത്തിനെയും ആസുരീ സമ്പത്തിനെയും വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ഗീതയുടെ 16-ാം അധ്യായത്തിൽ അതിൽ ദൈവീ സമ്പത്തിനെ നാം മഹാഭാരത കഥകളിലൂടെ മനസ്സിലാക്കുകയാണ്. ഗീതയുടെ ഓരോ വാക്കിൻ്റെയും അർത്ഥം നമുക്ക് പൂർണ്ണമായും വ്യക്തമായി തീരുന്നത് ആ വാക്കുകൾക്ക് വ്യാസൻ കൊടുത്തിരിക്കുന്ന കഥാപാത്രങ്ങളെയും കഥകളെയും നേരിട്ട് നാം ഉൾക്കൊള്ളുമ്പോഴാണ്. ഗീതയിലൂടെ മഹാഭാരതത്തെ മനസ്സിലാക്കാം, മഹാഭാരതത്തിലൂടെ ഗീതയെയും മനസ്സിലാക്കാം. ഇതല്ലാതെ മഹാഭാരത കഥകളെ എടുത്തിട്ട് അവരവർക്ക് ഇഷ്ടമുള്ള പ്രകാരത്തിൽ വ്യാഖ്യാനിക്കാനും വളച്ചൊടിക്കാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അബദ്ധമായി മാറുക മാത്രമേ ഉള്ളൂ. അത്തരം വ്യാഖ്യാനങ്ങളും വളച്ചൊടിക്കലുകളും ഒന്നും മഹാഭാരതമല്ല. പിന്നെയോ വ്യാഖ്യാനിക്കുന്ന ആളുകളുടെ ബുദ്ധിയിൽ ഉദിക്കുന്നതായ അവരുടെ തെറ്റിദ്ധാരണകൾ മാത്രം. അതിനാൽ ഗീതയെയും അറിയണം, മഹാഭാരതത്തെയും അറിയണം. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് ഗീതാഭാരതം. നാം ദൈവീ സമ്പത്തിൻ്റെ ഓരോരോ വിശേഷങ്ങൾ ഈ മഹാഭാരതത്തിലൂടെ പഠിക്കുകയായിരുന്നു. ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായ തപ ആർജവം. തപസ് വരെയുള്ളത് നാം നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ആർജവമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അതിലേക്ക് കടന്നു. മനസ്സിൻ്റെ ഋജുബുദ്ധി, വക്രതയില്ലായ്മ, കാപട്യമില്ലായ്മ, അതാണ് ആർജവം. ഏതൊരു സന്ദർഭത്തിലും പ്രത്യേകമായ താല്പര്യങ്ങൾ തൻ്റെ ഉള്ളിൽ വച്ചുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാകത്തിന് സംസാരിക്കുകയോ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് കാപട്യമാണ്. അതില്ലാതെ എല്ലാവരുടെയും ഹിതാർത്ഥമായിട്ട് ആരാണോ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് അവർ ഋജുബുദ്ധികളാണ്. അവരുടെ ആ മാനസികാവസ്ഥയാണ്, ആ സ്വഭാവമാണ് ആർജവം എന്നുള്ളത്. അത് ദൈവീ സമ്പത്താണ്. നാം മഹാഭാരത കഥയിലെ വളരെ പ്രധാനപ്പെട്ടതായൊരു വഴിത്തിരിവിൽ ഭീഷ്മന്റെ പ്രതികരണം നേരിട്ട് കേൾക്കുന്നു. പാഞ്ചാലി സ്വയംവരം നടന്നു പഞ്ചാലത്ത് വച്ച്. ആ വൃത്താന്തം ധൃതരാഷ്ട്രൻ അറിഞ്ഞു.
സ്വയംവരത്തിൽ പങ്കെടുത്ത് നിരാശരായി മടങ്ങി വന്ന കൗരവാദികൾ പാണ്ഡവന്മാരെ നശിപ്പിക്കുവാനുള്ളതായ മാർഗത്തെക്കുറിച്ച് ഉറക്കെ ചിന്തിച്ചു. ധൃതരാഷ്ട്രനെ പല പ്രകാരത്തിലും പറഞ്ഞ് സമ്മതിപ്പിച്ച് പാണ്ഡവന്മാരെ യുദ്ധത്തിലൂടെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് കർണാദികളുടെ ലക്ഷ്യമായിരുന്നു. അവർ അതിനുവേണ്ടി പദ്ധതിയിട്ടു. ഭീഷ്മന്റെയും ദ്രോണന്റെയും അഭാവത്തിൽ ധൃതരാഷ്ട്രയെ അങ്ങനെയെല്ലാം പറഞ്ഞ് ധരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഭീഷ്മദ്രോണാദികളോട് സംസാരിക്കാതെ ധൃതരാഷ്ട്രക്ക് ഒരു കാര്യവും ചെയ്യാനാവില്ല. അതുകൊണ്ട് അദ്ദേഹം കർണാദികളോട് പറഞ്ഞു, നിങ്ങളുടെ ഈ വാക്കുകളെല്ലാം വളരെ ബുദ്ധിമാന്മാർക്ക് യോജിക്കുന്നതാണ്. ഞാൻ അതിനെ സസന്തോഷം കേൾക്കുന്നു. എങ്കിലും ഭീഷ്മദ്രോണാദികളുടെ അഭിപ്രായം കൂടി ആരായേണ്ടതുണ്ട്. അതിന് അവരെ വിളിച്ചു വരുത്തി കേൾക്കണം. ഭീഷ്മദ്രോണാദികളെ വിളിച്ചു വരുത്തി ധൃതരാഷ്ട്രൻ. ആ അവസരത്തിൽ എല്ലാവരുടെയും മുന്നിൽ വച്ച് ഭീഷ്മൻ തന്റെ അഭിപ്രായം വ്യക്തമായി പറഞ്ഞു. അദ്ദേഹത്തിന് പാണ്ഡവന്മാരും കൗരവന്മാരും ഒരുപോലെ തന്നെയാണ്. പാണ്ഡവും ധൃതരാഷ്ട്രവും ഒരുപോലെ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഋജുബുദ്ധിയാണ്. എല്ലാ ആളുകളും സുഖമായിരിക്കുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതിന് തടസ്സം വരുന്ന ഒന്നിനെയും അംഗീകരിക്കാൻ അദ്ദേഹത്തിനാവില്ല. കൗരവന്മാർ നിർബന്ധപൂർവമായിട്ട് യുദ്ധത്തിനു വേണ്ടിയിട്ട് കോലാഹലം കൂട്ടുമ്പോൾ ഭീഷ്മൻ അതിനെതിരെ രാജാവായ ധൃതരാഷ്ട്രനോട് സംസാരിക്കുന്നതാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ധൃതരാഷ്ട്രന്റെ മുന്നിൽ തന്നെ ദ്രോണനുണ്ട്, വിതുരനുണ്ട്. അവരെല്ലാം ഭീഷ്മന്റെ അതേ അഭിപ്രായക്കാരാണ് എന്ന് നമുക്ക് ഇനിയും മനസ്സിലാകും. അല്ലെങ്കിൽ തന്നെയും അവരുടെ രീതികൾ നമുക്കറിയാം. ആർജവം അവരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ്. എന്നാൽ അതിന് വിപരീതമായ മനസ്സോടുകൂടിയവരായ ദുര്യോധനനും ദുശാസനനും ശകുനിയും കർണനും അവിടെ രാജാവിന്റെ മുന്നിൽ നിൽപ്പുണ്ട്. അവര് ഭീഷ്മന്റെ ഓരോ വാക്കിനെയും സ്വന്തം ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് വിരോധത്തോടു കൂടിയിട്ടാണ്. പക്ഷേ ഭീഷ്മപിതാമഹനെ പെട്ടെന്ന് അങ്ങനെ എതിർക്കുക സാധ്യമല്ല. എങ്കിലും എതിർത്തു. കർണൻ എതിർക്കുന്നത് നാം കേൾക്കും. ഭീഷ്മൻ തുടർന്ന് അവരോട് പറഞ്ഞു, രാജാവിനോടും ദുര്യോധനാദികളോടും, പാണ്ഡവന്മാരും നിങ്ങളും എനിക്ക് ഒരുപോലാണ്. പാണ്ഡവും ധൃതരാഷ്ട്രനും എനിക്ക് ഒരുപോലാണ്. പാണ്ഡവന്മാർക്ക് അവർക്ക് അവകാശപ്പെട്ടതായ രാജ്യം നിങ്ങൾ നൽകണം. രാജ്യത്തെ രണ്ടായി പകുത്ത് ഒരു പങ്ക് അവർക്ക് നൽകണം. അവർക്ക് അവകാശമുണ്ട് ഈ രാജ്യത്തിൽ. ദുര്യോധനൻ എന്ത് അവകാശമാണോ ഉന്നയിക്കുന്നത് അതേ അവകാശം പാണ്ഡവന്മാർക്കുമുണ്ട്. ശരിക്കും അവകാശം പാണ്ഡവർക്ക് മാത്രമാണ്. യുധിഷ്ഠിരന് മാത്രമാണ്. യുധിഷ്ഠിരനാണ് ഏറ്റവും മൂത്തയാൾ. അദ്ദേഹമാണ് രാജാവാകേണ്ടത്. രാജ്യം പങ്കുവെച്ച് രണ്ടു കൂട്ടർക്കുമായിട്ട് നൽകാമെന്നുള്ളത് ഭീഷ്മൻ അവതരിപ്പിച്ചതായ ഒരു യുദ്ധത്തെ നിവാരണം ചെയ്യാനുള്ള ഒഴിവ് കഴിവായിരുന്നു. പാണ്ഡവന്മാരത് സമ്മതിക്കും. കാരണം അവർ സമാധാനം ആഗ്രഹിക്കുന്നു. പക്ഷേ യുധിഷ്ഠിരനെ പോലെ അല്ലല്ലോ ദുര്യോധനൻ. അദ്ദേഹത്തിന് അത് ഇഷ്ടമായില്ല. എങ്കിലും തുടർന്ന് ഭീഷ്മൻ ഉപദേശിച്ചു രാജാവിനോടും കൗരവന്മാരോടും, മധുരേണൈവ രാജ്യസ്യ തേഷാമർത്ഥം പ്രതീയതാം. അല്ലയോ ദുര്യോധന, അല്ലയോ ധൃതരാഷ്ട്ര, അവർക്ക് ഈ രാജ്യത്തിൻ്റെ നേരു പകുതി നൽകുക. അത് അനിഷ്ടത്തോടു കൂടിയിട്ടല്ല, മാത്സര്യത്തോടു കൂടിയിട്ടല്ല, കാപട്യത്തോടു കൂടിയിട്ടുമല്ല. പിന്നെയോ മധുരേണൈവ, ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പുന്നതായ സ്നേഹത്തോടുകൂടി, അവർ സ്വജനങ്ങളാണ് എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി, വക്രതകളൊന്നുമില്ലാതെ തന്നെ ആ രാജ്യത്തിൻ്റെ പകുതി അവർക്ക് നൽകുക. മനസ്സിൽ പക വച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പകുതി നൽകിയാലും ആ പക വളരും. ആ പക വളർന്നിട്ട് ഭാവിയിൽ വലിയ കലാഹങ്ങളെ ഉളവാക്കും. അത് വരിക പാടില്ല. അതുകൊണ്ടാണ് മനസ്സിലുള്ള വിദ്വേഷങ്ങളെല്ലാം നീക്കി മനസ്സ് മുഴുവൻ സ്നേഹമയമാക്കി രാജ്യത്തിൻ്റെ പകുതി നൽകിയാലും എന്ന് പറയുന്നത്.
തവാപ്യകീർത്തി സകല ഭവിഷ്യതിന സംശയ മധുരേണൈവ രാജ്യസ്യ തേഷാമർത്ഥം പ്രതീയതാം ഏതദ്ധി പുരുഷവ്യാഘ്രാഹിതം സർവജനസ്യ ച. വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. അല്ലയോ പുരുഷവ്യാഘ്ര, മനുഷ്യരുടെ കൂട്ടത്തിൽ വളരെ കരുത്തനായിട്ടുള്ളവനെ, ഇതാണ് എല്ലാവർക്കും ശ്രേയസ്കരമായിട്ടുള്ളത്, ഭാവിയിൽ മംഗളത്ത് നൽകുന്നത്, ഹിതകരമായിട്ടുള്ളത്. പാണ്ഡവന്മാർക്കും കൗരവന്മാർക്കും ഒരുപോലെ ഹിതകരമാണ്. രാജ്യത്തിന്റെ പകുതി അവർക്ക് നൽകൂ എന്ന് പറയുമ്പോഴേക്കും സ്വാഭാവികമായും കൗരവന്മാരുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത, ഇത് പാണ്ഡവപക്ഷപാതമാണ് ഭീഷ്മൻ പറയുന്നത്, പാണ്ഡവർക്ക് ഹിതകരമായ കാര്യമാണ് ഭീഷ്മൻ പറയുന്നത്, ഞങ്ങൾക്ക് അഹിതകരമായ കാര്യമാണ് ഭീഷ്മൻ പറയുന്നത് എന്നവർ വ്യാഖ്യാനിക്കും. ആ വ്യാഖ്യാനം അബദ്ധമാണ്. അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഭീഷ്മൻ ഇത് കൂട്ടിച്ചേർത്തത്. അല്ലയോ പുരുഷവ്യാഘ്ര, ഇത് പാണ്ഡവന്മാർക്കും നിങ്ങൾക്കും ഈ ഭൂമുഖത്തുള്ള എല്ലാവർക്കും ഒരുപോലെ ഹിതകരമാണ്. ഒരുപക്ഷെ ഇപ്പോൾ മനസ്സിൽ രുചിച്ചില്ല എന്ന് വന്നാലും ഭാവിയിൽ നന്മയെ ചെയ്യുന്നത്, സുഖത്തെ അരുളുന്നത്, ശ്രേയസ്സിനെ അരുളുന്നത്, അതാണ് ഹിതം. ഹിതമെന്നും പ്രിയമെന്നും ആഗ്രഹങ്ങളെ രണ്ടായി തിരിക്കാറുണ്ട്. പ്രിയമെന്ന് പറഞ്ഞാൽ മനസ്സിന് മധുരമായിട്ട് തോന്നുന്നത്, വളരെയേറെ ഇഷ്ടം തോന്നുന്നത്, അഭിനിവേശം തോന്നുന്നത്, അതാണ് പ്രിയം. എല്ലാ പ്രിയവും ഹിതമായി കൊള്ളണമെന്നില്ല. ഹിതമെന്ന് പറഞ്ഞാൽ ഭാവിയിൽ ശ്രേയസ്സിന് നൽകുന്നത്. ഇപ്പോൾ അത് പെട്ടെന്ന് രുചിച്ചു എന്ന് വരില്ല, പ്രിയമായി തോന്നിയെന്ന് വരില്ല, അങ്ങനെയുമുണ്ട് പല കാര്യങ്ങളും. പക്ഷേ ഭാവിയിൽ അത് വളരെയേറെ ശ്രേയസ്കരമായി അനുഭവപ്പെടും. അതാണ് ഹിതം. എല്ലാ മധുരവും, എല്ലാ ഇഷ്ടവും, എല്ലാ പ്രിയവും ഹിതമായി കൊള്ളണമെന്നില്ല, എല്ലാ ഹിതവും പ്രിയമായി കൊള്ളണമെന്നുമില്ല. ഭീഷ്മന് നന്നായി അറിയാം കൗരവന്മാർക്ക് ഇത് അപ്രിയമാണ് എന്ന് താൻ പറയുന്ന വാക്യം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇത് ഹിതമാണ്, ഭാവിയിൽ നിങ്ങൾക്ക് ഇത് നന്മയുളവാക്കും, അതല്ലെങ്കിൽ ഇത് വിപരീതമായ അനുഭവത്തെ ഉളവാക്കും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടു കൂടിയിട്ട് രാജ്യത്തിൻ്റെ പകുതി അവർക്ക് നൽകിയാലും അതിന് വിപരീതമായി പ്രവർത്തിച്ചാലോ അതോന്യഥാ ചേത് ക്രിയത്തെ നഹിതം നോ ഭവിഷ്യതി. ഈ പറഞ്ഞതിനെ പരിപൂർണമായിട്ട് ലംഘിച്ചുകൊണ്ട്, തിരസ്കരിച്ചുകൊണ്ട് നിങ്ങൾ ഇതിന് വിപരീതമായി പ്രവർത്തിച്ചാലോ, നേരത്തെ നിങ്ങൾ പദ്ധതിയിട്ട പ്രകാരത്തിൽ യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ടാലോ, പാണ്ഡവന്മാർ ഒരിക്കലും ഈ രാജ്യത്തേക്ക് വരരുത്, വേറെ എവിടെയെങ്കിലും പോയിക്കൊള്ളണം എന്നതാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിലോ അത് പാണ്ഡവന്മാർക്ക് സുഖകരമാവില്ല എന്ന് നിങ്ങൾ ഇപ്പോൾ കരുതും. അത് പാണ്ഡവന്മാരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമാവില്ല. അത് ശരി തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ അവർക്ക് അവകാശപ്പെട്ടതാണ് ഈ രാജ്യം, അതിനെ തടയാൻ ആർക്കും അധികാരമില്ല. അവർക്ക് രാജ്യം കൊടുക്കാതിരിക്കുന്നത് നിനക്ക് സുഖകരമാണ് എന്ന് നിന്റെ വിചാരം ഇപ്പോൾ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ, നിനക്ക് ഏറ്റവും വലിയതായ വിപത്ത് അതുകൊണ്ട് വന്നു ചേരും. രാജ്യം തരില്ല, ഇവിടെ കുരു രാജ്യത്തിലേക്ക് നിങ്ങളാരും വരണ്ട എന്ന് പ്രഖ്യാപിച്ചാൽ നിങ്ങൾക്ക് അഹിതം സംഭവിക്കും എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. എന്ന് മാത്രമല്ല, തവാപ്യകീർത്തി സകല ഭവിഷ്യത്തിന് സംശയ, നിനക്ക് അകീർത്തിയുണ്ടാകും. ലോകം നിന്നെ കുറ്റം പറയും. യുധിഷ്ഠിരന് അവകാശപ്പെട്ടതായ രാജ്യം, യുധിഷ്ഠിരന് മാത്രം അവകാശപ്പെട്ടതായ കിരീടം, അത് കൊടുക്കാതെ പിടിച്ചെടുത്തിട്ട് അവരെ വീണ്ടും മടക്കി നാടിന് പുറത്തേക്ക് അയക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ് ദുര്യോധനൻ ചെയ്തിരിക്കുന്നത്. ഏറ്റവും വലിയ കുറ്റമാണ്, അഹന്തയുടെ ഫലമാണ്, ലോഭത്തിന്റെ ഫലമാണ് എന്ന് ആളുകൾ പറയും. രാജാവ് കുറ്റങ്ങൾ ചെയ്യാത്തവനായിരിക്കണം, ഒരിക്കലും ദോഷം ആരോടും ചെയ്യാത്തവനായിരിക്കണം. അല്ലാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അകാരണമായി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നയാള് രാജാവായി കഴിഞ്ഞാൽ
ലോകം അവരെ നിന്ദിക്കും, എല്ലാ പ്രകാരത്തിലും നിന്ദിക്കും. ഇത് ദുര്യോധനൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമല്ല, ലോകമുള്ളിടത്തോളം കാലം ആളുകൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ലോകത്തെ കൊടിയ യുദ്ധങ്ങളിലേക്ക് വലിച്ചഴച്ച ഭീകരന്മാരായിട്ടുള്ള ഭരണാധിപന്മാരെ നമുക്കറിയാം. ലോകചരിത്രം മറിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. ലോകമഹായുദ്ധങ്ങൾ ഉളവാക്കിയ ആളുകൾ, അവരെ കുറിച്ച് ഈ ലോകത്ത് ആരാണ് നല്ലത് പറയുക? ആര് നല്ലത് പറയുന്നില്ല. അതാണ്, അകീർത്തി ഉണ്ടാകും. അവർക്ക് മുഴുവൻ അകീർത്തിയാണ്. അല്ലയോ ദുര്യോധന, നിനക്ക് അകീർത്തി ഉണ്ടാകും. അതൊരിക്കലും നിനക്ക് ശുഭകരമല്ല. നീ കീർത്തിയെ ആഗ്രഹിക്കുന്നു. അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നീ ധർമ്മത്തെ അനുഷ്ഠിക്കണം. അധർമ്മത്തിൻ്റെ വഴിയിലൂടെ നീ ഒരിക്കലും മുന്നേറാനായിട്ട് ശ്രമിക്കരുത്. ഏറ്റവും പ്രധാനം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കീർത്തിയാണ്. കീർത്തി രക്ഷണമാതിഷ്ഠ. അല്ലയോ ദുര്യോധന, കീർത്തിയെ, നിന്റെ കീർത്തിയെ, നിന്റെ പ്രശസ്തിയെ നീ രക്ഷിക്കണം, നിലനിർത്തണം. കീർത്തി നഷ്ടപ്പെടാൻ കാരണമുണ്ടാക്കരുത്. അകീർത്തികരമായ കാര്യങ്ങൾ ചിന്തിക്കരുത്, പ്രവർത്തിക്കരുത്. അതുകൊണ്ട് നീ നിന്റെ കീർത്തിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാ ഈ വാക്കുകളെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊള്ളുക. എന്തേ കീർത്തിക്ക് ഇത്രയേറെ പ്രാധാന്യം? കീർത്തിർഹി പരമം ബലം. ഏറ്റവും വലിയ ബലം ആയുധങ്ങളുടേതല്ല. ഏറ്റവും വലിയ ബലം സൈനിക വ്യൂഹങ്ങളുടേതല്ല, സമ്പത്തിൻ്റേതുമല്ല, സാമ്രാജ്യങ്ങളുടേതുമല്ല. കീർത്തിയാണ് ഏറ്റവും വലിയ ബലം.